റിപ്പോർട്ടിൽ വലാ ഫീ ജനാസത്തിൻ, മയ്യത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊരു സദസ്സിലാ പോയി നിൽക്കുന്നത്. അവിടെ പോയിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്തുതിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലണം. ദ്വാരക്കാൻ കഴിയുന്നതൊക്കെ ദ്വാരക്കണം. അതൊക്കെ അവിടെ പുണ്യുണ്ട്. അതുകൊണ്ടാണ് ഫാത്തിഹ യാസീനൊക്കെ ഓതിയിട്ട് ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് അങ്ങനെ ദ്വാരക്കുന്നത്. ആളുകളൊക്കെ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ദ്വാ കിട്ടിക്കോട്ടെ എഴുതിയിട്ട്. പക്ഷെ പൊതുവെ ആൾക്കാരുടെ ധാരണ എന്താന്ന് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോകുക, എന്നിട്ട് അയാളെ കണ്ണും മൂക്കൊക്കെ അയാളെ മേത്തന്നല്ലേ നോക്കിയിട്ടൊന്ന് തിരിച്ചു പോരുക. കണ്ണൊന്നും പോയിട്ടില്ലല്ലോ, മൂക്കൊക്കെ അങ്ങനെ തന്നെ അല്ലേ, 2 ഓട്ടമുള്ള 3 ഓട്ടം ആയിക്കണമൊക്കെ നോക്കി തുറച്ചു നോക്കിയിട്ട് തിരിച്ചു പോരുക. അതല്ല കാര്യമായിട്ട് പുണ്യമുള്ളത്. നോട്ടം അതിന് അർഹതപ്പെട്ട ആളുകൾ വേണമെങ്കിൽ നോക്കിക്കോട്ടെ, അതിലത്ര പുണ്യമുള്ള സംഗതി ഒന്നുമില്ല നോക്കാന്നുള്ളത്. അത് സ്വാലിഹീങ്ങളെ ജനാസ ആകുമ്പോൾ ഒരു തക്ബീലും മറ്റൊക്കെ ഒരു സുന്നത്തുണ്ട്, അപ്പൊ ഒരു നോട്ടം കൂടി വരും. അല്ല നാട്ടുകാരൊന്നായിട്ട് വന്ന് വരിവരിയായിട്ട് നിന്നിട്ട് ഒരു മയ്യത്തിനെ നോക്കിയെങ്കിലേ അയാളെ കബർക്ക് വെക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനൊന്നുമില്ല. നോക്കാതിരിക്കാണ് കഴിവിന്റെ പരമാവധി നല്ലത്. നോക്കുന്ന ആൾക്കാർക്ക് എന്നിട്ട് വല്ല ബോധമുണ്ടോ? ആരും വന്ന് നോക്കിയില്ല എന്നുള്ള പരാതിയാ. അങ്ങനെ പരാതി ഒന്നും പറയേണ്ട ആവശ്യമില്ല. കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ടില്ലേ മസാല പഠിപ്പിച്ചത്, കുളിപ്പിക്കാൻ സഹായത്തിന് വെള്ളം കൊണ്ടേ കൊടുക്കാൻ നിൽക്കുന്ന ആൾ തീരെ നോക്കാൻ പാടില്ല. കുളിപ്പിക്കുന്ന ആൾക്കാരെന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കാവൂന്നാ. പിന്നെ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു പതിവായി പോയി. ഇതിനാന്നറിയില്ല. അതിനേക്കാളും ശ്രേഷ്ഠത ഉള്ളത് അവിടെ ഇരുന്നിട്ട് ഒരു ഹംദു സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് നല്ലോണം ദ്വാരക്കുക. ഖുർആൻ ഓതാൻ പറ്റി എത്രയാണ് കിട്ടുന്ന അത്രയും കിട്ടി ദ്വാരക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. വരിവരിക്ക് ഇങ്ങനെ വന്ന് കാണുമ്പോൾ ചിലപ്പോൾ റഹ്മത്തിന്റെ മലക്കുകളൊക്കെ കുറച്ച് മാറിക്കേണ്ടി വരും. ചിലർ വരുമ്പോ ആരൊക്കെയാ വരുന്നത്? ആരൊക്കെയാണ് ആ ജനാസന്റെ അടുത്ത് വരുന്നത്? റഹ്മത്തിന്റെ മലക്കുകൾ മാറിക്കേണ്ടി വരൂലേ? വരും. ഉദാഹരണമായി പറഞ്ഞ ജനാപത്തുകാരൻ, ഓനടുക്കാൻ പറ്റൂല. പറ്റുമോ? ഹൈലുള്ള പെണ്ണ് ഈ മയ്യത്തിനോട് വളരെ അക്രബായ അടുത്ത പെണ്ണാ, മെഹറമാണ്. ഈ മയ്യത്തിനെ കാണൽ ജീവിതകാലത്ത് ഹലാലായ പെണ്ണാണ്. ആ പെണ്ണ് വരുന്നു. പക്ഷെ ആ പെണ്ണ് ആരാ? ജനാപത്തുകാരിയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ പാർത്തിരിക്കുന്ന ഈ മയ്യത്തിന് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്ന റഹ്മത്തിന്റെ മലക്കുകൾ അകലേക്ക് പോകും. ഈമാനില്ലാത്ത ആൾക്കാർ വന്നാ തീർത്തും പോവും. അങ്ങനെയുണ്ട് സഹോദരങ്ങളെ. അടുക്കാൻ പാടില്ല എന്നല്ലേ ഹദീസിലുള്ളത്. ഹൈലുകാരിയും ജനാപത്തുകാരനും അതുപോലെ തന്നെ നോൺ മുസ്ലിമും മുസ്ലിമിന്റെ ജനാസയിലേക്ക് അടുക്കാൻ പാടില്ല എന്നല്ലേ. അതൊരു വർഗീയവാദമല്ല. അതാ കിടക്കുന്ന മുസ്ലിമിന് സുഖം കിട്ടാനും റഹ്മത്തിന്റെ മലക്കുകളെ സന്തോഷം കിട്ടാനുമാണ്. അങ്ങനെ വരുമ്പോ നാട്ടുകാർ മൊത്തം അങ്ങനെ കയറി വരുമ്പോ എന്തായിരിക്കും ഹാലി? എന്നൊക്കെ ഒന്നൊരു പ്രശ്നമല്ലല്ലേ. എല്ലാരും ഒന്ന് പോണം, നോക്കാൻ പറ്റിയോ നോക്കിയാൽ കുഴപ്പമില്ല. ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോ ഒരു പെണ്ണാ മരിച്ചു കിടക്കുന്നത്. ഞാൻ അങ്ങനെ വിചാരിച്ചു, ഈ പെണ്ണ് വലിയ ഭാഗ്യവതിയാണല്ലോ, ഇത്രയും തോനെ മെഹറം ഈ പെണ്ണിനോ, ഇത്രയും തോനെ മെഹറം. അപ്പൊ അതൊരു വിഷയമല്ല. എല്ലാവരും പോയി കണ്ടിരുന്നു. ഒരാൾ വിളിച്ചാൽ ചോദിച്ചു, അല്ല ഇത് നിങ്ങളെ ഉമ്മല്ലേ? ഉമ്മയാണ്. എന്നിട്ടെന്താ പരക്കം കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും? അങ്ങനെ ജീവിതത്തിൽ എല്ലാവരും പരക്കം കണ്ടോണ്ടാ പരക്കം കാണിച്ചു കൊടുക്കണം? എന്താ അത് പരിപാടി? അപ്പൊ അയാൾ പറഞ്ഞു, ഈ നാട്ടിൽ അങ്ങനെ പതിവ്. ഞാനാകെ അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ, അയാളെ വീട്ടിൽ മാത്രമുള്ള പതിവല്ല പറഞ്ഞ് ആ നാട്ടിൽ അങ്ങനെ പറഞ്ഞപ്പോ എന്താ ഇപ്പൊ അവിടെ പറയാൻ നമ്മള്? വേഗമുള്ള ഫാത്തിയും കുല്ലുവല്ല ഓതി അവിടുന്ന് തടി സലാമത്താക്കി അസ്സലാമു അലൈക്കും അല്ലാഹ് മഗ്ഫിറത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു എന്നല്ലാതെ എല്ലാവരും ഒരുപോലെ വന്നു നോക്കുക. അങ്ങനെ ഉണ്ടൊരു നോട്ടം. മരിച്ചു കഴിഞ്ഞാൽ പിന്നൊക്കെ അങ്ങനൊക്കെ ഹലാലാണെന്ന ധാരണ. അപ്പൊ പിന്നെ യാതൊരു നിയമം ബാധകമൊന്നുമില്ലേ? പിന്നെ കുളിപ്പിക്കുന്ന ആൾക്കാർക്ക് മാത്രം ഇത്ര കാർക്കശ്യം പുലർത്തി ബാക്കിയുള്ള ആൾക്കാർക്ക് അതിനേക്കാളും കാർക്കശ്യം ഉണ്ടാകുക. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കൽ നല്ലതാണ്. അതുകൊണ്ട് ആ മഹാന്മാര് പറഞ്ഞു, ജീവിതത്തിൽ എപ്പോഴും സ്വാലിഹീങ്ങളെ കൂട്ടുകാരായി പിടിക്കണം. ഫാസിഖീങ്ങളെയും മുനാഫിഖീങ്ങളെയും അതുപോലെ തന്നെ ഈമാനും ഇസ്ലാമൊന്നും ഇല്ലാത്ത ആൾക്കാരെ കൂട്ടുകാരായി പിടിച്ചാൽ നിന്റെ ജനാസന്റെ ഭാഗത്ത് അവരാ ഉണ്ടാകുക സുഹൃത്ത് എന്നുള്ളവർക്ക്. ഒരിക്കൽ പോലും ആ റഹ്മത്തിന്റെ മലക്കൾ അടുക്കൂല അങ്ങോട്ട്. നീ ഒരു ഫാസിഖിനെയാണ്, ഒരു മുനാഫിഖിനെയാണ്, അതുപോലത്തെ ആൾക്കാരെ നീ കൂട്ടുകെട്ടായി കൊണ്ടുവരുന്നെങ്കിൽ കൂട്ടുകാരെന്നുള്ളവർക്ക് ഇയാൾ ആരും വേർപ്പെടുത്തൂല. അയാൾ ഒത്ത കൂട്ടുകാരനാണ്. ഇന്നലെ രാത്രി വരെ ഒപ്പുണ്ടായിരുന്നു, മരണത്തോടുകൂടി രണ്ടാള് രണ്ടായി ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും. അങ്ങനെ ജനാസ വരുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് ആരാ?
ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത ഈ ഫാസിക്കായ മനുഷ്യൻ പിന്നെങ്ങനെ സഹോദരങ്ങളെ റഹ്മത്തിന്റെ മലക്കൾ അവിടെ വന്ന് സന്തോഷം പകരുന്നത്? ജീവിതത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യകരമാണത്. നല്ല മനുഷ്യന്മാരെ, നിസ്കരിക്കുന്നവരെ, നല്ലതുമായി ബന്ധപ്പെടുന്നവരെ മാത്രം കൂട്ടുകെട്ടിന് ഉപയോഗിക്കണം. അവർക്കേ ഖൽബിൽ സ്ഥാനം കൊടുക്കാവൂ, അവരോടെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാവൂ, ബാക്കിയുള്ളവരോട് മൊത്തത്തിലുള്ള സഹകരണ ബന്ധമാവാം. ഈ മൊയ്ലിയര് നാട്ടിൽ വന്ന് വർഗീയത പ്രസംഗിച്ചു എന്ന് പറയണ്ട. ബാക്കിയുള്ളവരോട് മനുഷ്യത്വപരമായുള്ള പെരുമാറ്റം ഉണ്ടായിക്കോട്ടെ, പക്ഷേ നിങ്ങളെ ഖൽബിൽ ചേരുന്ന നിലക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് അടുത്ത് വന്നിരുന്നാൽ, പ്രാർത്ഥന നടത്തിയാൽ, ഒന്ന് ഖുർആൻ ഓതിയാൽ മലക്കുകൾക്ക് വലിയ സന്തോഷം ലഭിക്കുന്ന, റഹ്മത്തിന്റെ മലക്കുകൾ വിട്ടുപോകാത്ത നല്ല മനുഷ്യന്മാരാകട്ടെ. അവരുടെ സാന്നിധ്യമാണ് ഉണ്ടാകേണ്ടത്, അവരുടെ മഹത്വമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ആ ജനാസയുടെ സവിധത്തിലും അതാ സുബ്ഹാനല്ലാഹ് ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ദുആ ചെയ്യേണ്ടതുണ്ട്.